പോലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനുള്ളൊരു അവബോധം കുട്ടികളിലൂടെയാണ് വളർന്നു വരേണ്ടത്. അതിൻ്റെ ഭാഗമായി വിജയഭാരതി സ്കൂളിലെ കുട്ടികൾ എല്ലാവർക്കും പ്ലാസ്റ്റിക് സഞ്ചി ഉപേക്ഷിച്ച് തുണിസഞ്ചി ഉപയോഗിക്കണമെന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ റേഷൻ കടകളിലും, കയ്പമംഗലം പഞ്ചായത്തിലെ എല്ലാ റേഷൻ കടകളിലും ഞങ്ങൾ ഈ തുണിസഞ്ചിയുമായി പോകുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇന്നിവിടെ വെച്ചാണ്. ഇവിടെ കൂടിയ രക്ഷിതാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ, അതുപോലെ റേഷൻ കടയുടെ ഓണർ, എല്ലാവരെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലായി വരുന്ന സാഹചര്യത്തിൽ അതിനെ ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി, മാലിന്യമുക്ത നവകേരളം, അതിൻ്റെ ഭാഗമായിട്ടും ഹരിതകർമ്മസേന വഴി വാർഡുകളിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ ഉപയോഗം അതിൻ്റെ ആ ഭവിഷ്യത്ത് ജനങ്ങളിൽ മനസ്സിലാക്കുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. റോഡ് സൈഡിലൊക്കെ വളരെയധികം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചിട്ട് പോകുന്നൊരു സ്ഥിതി കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലൂടെ, സ്കൂളിലെ കുട്ടികളിലൂടെ ഇതിനു വേണ്ടി അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ വിജയഭാരതി സ്കൂളിലെ കുട്ടികൾ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പല പ്രവർത്തനങ്ങളും അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. ഇത്രയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്കും അവരുടെ പിന്തുണ നൽകുന്ന അധ്യാപകർക്കും അതേപോലെ തന്നെ രക്ഷാകർത്താക്കളും ഇവരൊപ്പമുണ്ട്. PT ഒക്കെ വളരെ സജീവമാണ് വിജയഭാരതി സ്കൂളിലെ. അപ്പോൾ ഏറ്റവും പ്രശംസനീയമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. അപ്പോൾ ഇതിന് എല്ലാവിധ അനുമോദനങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ നമ്മുടെ നമ്മുടെ വിജയഭാരതി സ്കൂളിലത്തെ കുട്ടികൾ നല്ലൊരു മാതൃകയാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ അഭിമാനപൂർവ്വം തന്നെ പറയാവുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഇപ്പോൾ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലൊക്കെ നമ്മൾ ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള RPമാരൊക്കെ കൂടി വിജയഭാരതി സ്കൂളിലെ ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു. ഇതിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രശംസ ആർജിക്കുന്ന ഒരു സ്കൂളാണ് വിജയഭാരതി സ്കൂൾ. നമ്മൾ മറ്റുള്ള സ്കൂളുകളെല്ലാവരും അവിടുത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ആ സ്കൂളുകളിൽ എത്തി കഴിവതും എല്ലാ ഇതിൽ കൂടി ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലത്തെ അധ്യാപകർ നമ്മുടെ കുട്ടികളെയും കൊണ്ട് വിജയഭാരതി സ്കൂളിൽ ഒരു ദിവസം സന്ദർശിക്കുക. അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എല്ലാ കുട്ടികളെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്ന വിധത്തിൽ ഒരു ചെറിയൊരു പഠനയാത്ര പോലെ സ്കൂളൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഇവർക്ക് കുട്ടികൾ മാത്രം വിജയമല്ലത്, അവിടുത്തെ അധ്യാപകരും അവർ പാരൻസിൻ്റെ സപ്പോർട്ടില്ലാത്ത കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ടീച്ചേഴ്സ് എന്തെങ്കിലും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. ബാക്കി സ്കൂളുകളിൽ ഇരുന്നിട്ട് പാരൻസാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ പാരൻസും നമ്മുടെ ഈ പിള്ളേരെ മാതൃകയാക്കേണ്ടതാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.